ഹായ് ഓൾ, അസ്സാം വലൈക്കും. ഐ ആം നിജ്ല ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സിസി ക്രാഫ്റ്റ് ആൻഡ് ഫുഡ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോക്ക് നിങ്ങൾ തന്ന റെസ്പോൺസ് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ഒരുപാട് പേര് കമൻസിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും പേഴ്സണലായിട്ടൊക്കെ വന്നിട്ട് ഒരുപാട് നല്ല നല്ല മെസ്സേജസ് ഒക്കെ അയച്ചിരുന്നു. അതുപോലെ അവർ ചെയ്ത ലോഗോ ഒക്കെ ഞങ്ങൾക്ക് അയച്ചു തന്നിരുന്നു. അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയായി. ഇനിയും നിങ്ങൾ ആ ഒരു സപ്പോർട്ട് തരും എന്നുള്ള പ്രതീക്ഷയോടെയാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ ഇന്ന് ചെയ്യുന്നത് നമുക്ക് സൗദിയിൽ ക്രാഫ്റ്റ് മെറ്റീരിയൽസ് വാങ്ങാൻ പോയ ജസ്റ്റ് ഒരു വ്ളോഗ് പോലെയാണ്. അപ്പം എല്ലാവരും ഒന്ന് കണ്ടു നോക്കും. നമുക്ക് നാടുമായി കമ്പയർ ചെയ്യുമ്പോൾ സൗദിയിലൊക്കെ ക്രാഫ്റ്റ് മെറ്റീരിയൽസിനാണെങ്കിലും നമുക്കതിൽ വെക്കേണ്ട ഐറ്റംസ് ആണെങ്കിലും നല്ല റേറ്റാണ്. നമുക്ക് കസ്റ്റമേഴ്സിനൊന്നും ഒരു റീസണബിൾ റേറ്റിലൊന്നും ഷർട്ട് ഹാമ്പറൊന്നും ചെയ്ത് കൊടുക്കാനേ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ ഏറ്റവും റേറ്റ് കുറഞ്ഞ കിട്ടുന്ന ഒരു ഷോപ്പിലേക്കാണ് പോകുന്നത്. 5.95 റിയാൽ ആ ഒരു ഷോപ്പിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അവിടെ നമുക്ക് എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് കാണാം. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു തോന്നുന്നു, ഞാൻ രാത്രിയിലാണ് പോകുന്നത്. അവിടെ പകൽ സമയം ഭയങ്കര വെയിലൊക്കെ ആയതുകൊണ്ട് പിന്നെ റൂമിൽ നിന്ന് ഒരു മിനിറ്റ് 2 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അതുകൊണ്ട് രാത്രിയാണ് കേട്ടോ പോകല്. അപ്പോൾ ഈ ഒരു ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഞാൻ ജിദ്ദയിൽ റാബിക്കിലാണ്. അപ്പോൾ റാബിക്കിലാണ് കേട്ടോ ഈ ഒരു ഷോപ്പ് വരുന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് ഐറ്റംസ് കാണാൻ പറ്റും. എനിക്ക് സൗദിയിൽ വന്നിട്ട് ആകെ റേറ്റ് കുറവായിട്ട് തോന്നിയത് ഈ ഒരു ഷോപ്പിൽ മാത്രമാണ്. പിന്നെ നമുക്ക് നാട്ടിൽ കിട്ടുന്നതിനേക്കാളും കുറവ് റേറ്റിൽ കിട്ടുന്ന ഐറ്റംസും ഇവിടെ അവൈലബിൾ ഉണ്ട്. ഏതെടുത്താലും 5.95 അങ്ങനെ ഒരു റേറ്റാണ് കേട്ടോ വരുന്നുള്ളത്. അപ്പോൾ ഒരുപാട് ഫ്ലവേഴ്സും നമുക്ക് ക്രാഫ്റ്റിന് വേണ്ട ഒരുപാട് ഐറ്റംസൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇതൊക്കെ ഒരു ബഞ്ചിന് 6 റിയാൽ എന്ന് തന്നെ പറയാം. നാട്ടിലത്തെ ഒരു 125 റുപ്പീസ് അങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇവിടെ ഏത് ഐറ്റംസിനാണെങ്കിലും ആ ഒരു റേറ്റിലാണ് വരുന്നത്. അപ്പോൾ ഫ്ലവറൊക്കെ എനിക്ക് നല്ല ഒരു റേറ്റ് കുറവ് പോലെ തന്നെ തോന്നി. റേറ്റ് കുറവ് എന്ന് മീൻസ് നാട്ടിലും ഏകദേശം ഈ ഒരു റേറ്റൊക്കെ കിട്ടുന്നുണ്ടല്ലോ നമുക്ക്. അപ്പോൾ വലിയ റേറ്റ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ ഈ ഒരു ഷോപ്പിൽ നമുക്കെല്ലാം റീസണബിൾ റേറ്റിന് തന്നെ കിട്ടുന്നുണ്ട്. പക്ഷേ ഒരുപാട് ഐറ്റംസൊന്നും നമുക്ക് നമ്മുടെ ക്രാഫ്റ്റിന് വേണ്ട എല്ലാ ഐറ്റംസൊന്നും അവൈലബിൾ അല്ല. അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസും അതുപോലെ ഞാൻ വാങ്ങിയ ഐറ്റംസൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊക്കെ എൻവലപ്പ് ആണ്. ഒരുപാട് ക്വാണ്ടിറ്റി വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ലാസ്റ്റ് ഞാൻ വാങ്ങിയ ഐറ്റംസ് കാണിക്കാം. ഇതൊക്കെ എനിക്ക് നല്ല അഫോർഡബിളായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇത് എല്ലാം തന്നെ നാട്ടിലത്തെ നമ്മുടെ 125 റുപ്പീസ് ആ ഒരു റേഞ്ചിലാണ് കേട്ടോ വരുന്നത്. സ്റ്റിക്കർ ടൈപ്പും അല്ലാതെയും എല്ലാം അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് ഈ ഒരു റേഞ്ചിൽ ഒരുപാട് ക്യാൻഡിൽസും നല്ല ക്യൂട്ടായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് അവൈലബിൾ ആയിരുന്നു.
പിന്നെ നമുക്ക് നമ്മുടെ ഫോട്ടോസിനാണെങ്കിലും സേവ് ദ ഡേറ്റിനൊക്കെ ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ടിൽ സെറ്റാക്കാൻ പറ്റിയ ഒരുപാട് ഐറ്റംസ് അവൈലബിൾ ആണ്. നല്ല ക്യൂട്ടായിട്ടുള്ള ബോക്സും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. മെയിനായിട്ട് അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് ഇവിടെ വരുന്നത്. അല്ലാതെ നമുക്ക് ബോക്സ് അങ്ങനെയുള്ള ടൈപ്പൊന്നും ഇവിടെ അവൈലബിൾ അല്ല. പിന്നെ ഇതുപോലെ ക്യൂട്ടായിട്ടുള്ള ഒരുപാട് ഗ്ലാസ് ഓർ ബോട്ടിൽസൊക്കെ അവൈലബിൾ ആണ്. അത് ചെറിയ റേറ്റിൽ. നമുക്ക് സൗദിയിൽ പൊതുവെ ബാക്കിയുള്ള ഐറ്റംസിനൊക്കെ നല്ല റേറ്റാണ്. പിന്നെ ഇതൊക്കെ കണ്ടോ, കുഞ്ഞ് ഡ്രോവറാണ്. നമുക്കിതിലേക്ക് സ്ക്രാപ്പ് ബുക്ക് മെറ്റീരിയൽസും സ്റ്റിക്കേഴ്സും അങ്ങനെയൊക്കെ ഇട്ട് വെക്കാൻ നല്ല ഹെൽപ്ഫുള്ളാണ്. ഞാനിപ്പോൾ അത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ നമ്മുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഫ്ലാറ്റിലെത്തിയിട്ട് നിങ്ങൾക്ക് വാങ്ങിച്ച സാധനങ്ങളൊക്കെ കാണിച്ചു തരാം. പിന്നെ സൗണ്ട് ഒരുപാട് ഡിസ്റ്റർബൻസ് ഉണ്ടാവും എന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് ഇതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യേണ്ടി വരുന്നത്. സോറി ഫോർ ദി ഡിസ്റ്റർബൻസ്. ഫസ്റ്റ് ഞാൻ പറയാം. ഇനി നമുക്ക് റൂമിലേക്ക് എത്തിയിട്ട് നമുക്ക് ഐറ്റംസ് ഒന്ന് കാണിച്ചു തരാം. ഇതൊക്കെ ഞാൻ നൈറ്റ് എടുത്ത വീഡിയോ ആയതുകൊണ്ടും അതുപോലെ എൻ്റെ കയ്യിൽ അവിടെ ട്രൈപോഡൊന്നും ഇല്ലാത്തതുകൊണ്ടും വീഡിയോ ഒക്കെ അതിൻ്റേതായ കുറച്ച് ഷെയ്ക്കിങ്ങും കാര്യങ്ങളൊക്കെ കാണും. എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ഷമിച്ചേക്കുക. ഇപ്പോഴും എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ബാക്ക്ഗ്രൗണ്ടിലേക്ക് വെക്കുന്ന ഫ്ലവേഴ്സ് എവിടെ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഓരോ ഐറ്റംസ് കാണുമ്പോഴും പിന്നെ അതുപോലെ ആ ഒരു ക്ലോത്തൊക്കെ കാണുമ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലവേഴ്സ് ഇവിടുന്ന് ഒരുപാട് എടുത്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ നാട്ടിൽ നിന്നും നിയറസ്റ്റ് ഷോപ്പിൽ നിന്നൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു കവറിൽ മൊത്തം ഫ്ലവേഴ്സാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് കവറിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ഞാൻ വാങ്ങിയിട്ടുള്ള ക്യാൻഡിൽസ് കാണിച്ചു തരാം. എനിക്ക് ക്യാൻഡിൽസൊക്കെ നല്ല അഫോർഡബിൾ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. എന്താണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഈ ഒരു ടു സെറ്റ് ക്യാൻഡിൽസൊക്കെ 125 റുപ്പീസ് എന്ന് പറയുമ്പം നല്ല വേർത്താണ്. മാത്രമല്ല എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് ഈ ക്യാൻഡിൽസൊക്കെ. പിന്നെ ഇതൊക്കെ എനിക്ക് മാത്രമല്ല സിസിനും കൂടി വാങ്ങിയിട്ടുള്ളതാണ്. ഇതിൽ എനിക്ക് നല്ല ഐറ്റംസും നാട്ടിലത്തെ ഒരു 125 130 റുപ്പീസ് അങ്ങനെ വരുന്നതാണ് ഈ സെറ്റ്. ഈ 4 ക്യാൻഡിൽസ് പ്ലസ് ആ ഒരു മോൾഡ് ഒക്കെ ആയിട്ട് നമുക്ക് 125 130 റുപ്പീസൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. എല്ലാ സാധനത്തിനും സെയിം റേറ്റാണ് കേട്ടോ വരുന്നത്.
പിന്നെ ഈ ഒരു ബാസ്ക്കറ്റ് ആണെങ്കിലും നമുക്ക് ആ ഒരു റേറ്റിൽ തന്നെയാണ് കേട്ടോ. പിന്നെ ഇനി വാങ്ങിയ ബോട്ടിൽസൊക്കെ കാണിച്ചു തരാം. ഇതൊക്കെ സെയിം റേറ്റാണ് കേട്ടോ. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമുക്ക്. ഈ ഒരു ടൈപ്പ് ബോട്ടിൽസ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. എല്ലാം നല്ല അടിപൊളി ക്യൂട്ടായിട്ടുള്ളതാണ്. എനിക്ക് ഇഷ്ടമായ കുറച്ചെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു റോളൊക്കെ സ്റ്റിക്കർ ടൈപ്പാണ് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഏതിലേക്കെങ്കിലും ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് പീസായിട്ടൊക്കെ ഒട്ടിച്ച് കൊടുക്കാൻ പറ്റുന്നതാണ്. സ്റ്റിക്കർ ടൈപ്പാണ് കേട്ടോ വരുന്നത്. പിന്നെ ഈ സിസേഴ്സ് കോംബോ ആയിട്ടാണ് കേട്ടോ വരുന്നത്. രണ്ടെണ്ണത്തിന് കൂടിയാണ് 5.95 റിയാൽ വരുന്നുള്ളത്. അപ്പോൾ ആ ഒരു ബ്ലാക്ക് ഒരു 2-3 പ്രാവശ്യത്തെ കട്ടിങ്ങിൽ കൂടി തന്നെ അതിൻ്റെ മൂർച്ചയൊക്കെ പോയിട്ടുണ്ട്. മറ്റേത് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടല്ലോ, കുഞ്ഞൊരു ഡ്രോവറാണിത്. പിന്നെ ഈ ഒരു ബാസ്ക്കറ്റൊക്കെ ഞാൻ ജസ്റ്റ് സേവ് ദ ഡേറ്റ് പർപ്പസിന് വേണ്ടി എടുത്തതാണ്. ബാക്ക്ഗ്രൗണ്ടിൽ സെറ്റാക്കി നോക്കിയിട്ട് നന്നായി തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഞാൻ ആ ഒരു പർപ്പസിൽ എടുത്തിട്ടുള്ളതാണ്. ജസ്റ്റ് ഫ്ലവർ പെറ്റൽസൊക്കെ വെച്ചിട്ട് ചെയ്യാന്നുള്ള പ്ലാനിങ്ങിലൊക്കെ എടുത്തിട്ടുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ ചെയ്യുന്ന ടൈമിൽ ഞാനൊരു വീഡിയോ ചെയ്യുന്നതാണ്. പിന്നെ ഇത് നമ്മുടെ ക്യാൻഡിൽ ഹോൾഡറാണ്. ശരിക്കും വീഡിയോയിൽ കാണുന്നതിനേക്കാളൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. പക്ഷേ വീഡിയോയിൽ നമുക്കതിൻ്റെ ആ ഒരു അട്രാക്ഷനൊന്നും കാണാൻ പറ്റുന്നില്ല. നല്ലൊരു ഷൈനിങ് ഒക്കെയുള്ള ഒരു ക്യാൻഡിൽ ഹോൾഡറാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് സൗദിയിൽ നിന്ന് റേറ്റ് കുറഞ്ഞ് കിട്ടാൻ പോകുന്നുള്ള ക്രാഫ്റ്റ് മെറ്റീരിയൽസ്. ബാക്കിയുള്ളതിനൊക്കെ നല്ല റേറ്റാണ് കേട്ടോ. നമുക്ക് അവിടുന്ന് ഹാമ്പേഴ്സ് ചെയ്ത് കൊടുക്കൽ പോസിബിൾ ആണെന്ന് പോലും എനിക്കറിയത്തില്ല. അത്രയും നല്ല റേറ്റ് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് എടുക്കേണ്ടി വരും.